എല്ലാവർക്കും ബിജൻബ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുറകിലെ പിങ്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുരഹരയിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ള സാറ്റിൽ നിന്ന് പണിതിട്ടുള്ള വോൾവോ ഐഷർ ചേസിൽ സാറ്റിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ടുള്ള മുരഹരയുടെ ഇരട്ടകൾ, നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇരട്ടകൾ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഒരു ഇരട്ട ഇപ്പോൾ OS നിന്നും LS കൺവേർട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഫ്രണ്ട് ലുക്ക് നോക്കാം. മുരഹരയുടെ ഈ സ്റ്റിക്കർ ബ്ലൂയിൽ നിന്ന് ഇനി പിങ്കിലേക്ക് മാറും. അതുപോലെ ഇങ്ങനെ കൗൾ പോർഷനിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഡിസൈൻ വൈസൊക്കെ സെയിം തന്നെയാണ്. ബ്ലൂവിലെടുത്ത് പിങ്ക് വന്നു. ഒരു ലൈറ്റിൻ്റെ അവിടെയൊക്കെ ബ്ലാക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ പോർഷൻ ബ്ലാക്ക് ഉള്ളത് അവിടെ വൈറ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ ബമ്പർ പോർഷനിൽ നമ്പറിൻ്റെ അവിടെ ആയിട്ടും ബ്ലാക്കിൽ നമ്മുടെ സ്റ്റെപ്പ് വരുന്നിടത്ത് വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വ്യത്യാസങ്ങളെ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുള്ളൂ. ഇനി കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ഫ്രണ്ട് സൈഡിലോട്ട് വരും ഇനി. അപ്പോൾ ഒരു ബസ്സാണ് ഇപ്പോൾ പിങ്കിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ബസ് കൂടി ഇനി പിങ്കിലേക്ക് മാറാനുണ്ട്. അതിപ്പം ടെമ്പററി പെർമിറ്റ് ഓടുകയാണ്. അതിനുശേഷം അതും പിങ്കിലേക്ക് മാറിയിട്ട് ഇവരുടെ LSൻ്റെ പെർമിറ്റിലേക്കാണ് ഇനി ഓടാൻ പോണത്. അത് ബാക്കിൽ ആ ഗ്ലാസ് ഫുള്ള് ഇപ്പോൾ ഒരു സ്റ്റിക്കർ അതിനകത്ത് വന്നിട്ടില്ല. ഇനിയിപ്പം റൂട്ടിലേക്ക് ഓടിയതിന് ശേഷം അതിൽ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ താഴെയും സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ വരും. താഴത്തെ ഈറ്റ് സ്ലീപ്പ് ഡ്രൈവ് ഡ്രിഫ്റ്റ് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ആ ക്വാർട്ടർ ക്ലാസ്സിലുള്ള ഇനി പേരിനിയും ആ റൂട്ട് കാര്യങ്ങളൊക്കെ മാറും. സൈഡ് ലുക്കിൽ വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ഇൻറ്റീരിയറിലേക്കാണ് ഞാനിനി കാണിക്കാൻ പോണത്. ഇൻറ്റീരിയറിലേക്ക് നോക്കുക, നമ്മൾ കൊണ്ടോടി ലക്ഷറുടെ സീറ്റുകൾ ഫുള്ളായിട്ട് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ട്രിപ്പിൾ ആൻഡ് ഡബിൾ സീറ്റുകൾ ഫുള്ളായിട്ട് ഈ ഒരു സാറ്റിൻ്റെ വണ്ടിയിലേക്ക് ഫുള്ളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ബസ് മാത്രമാണ് ഓർഡിനറിയിൽ നിന്നും LSലേക്ക് റീപെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ബസ് കൂടെ റീപെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ റൂട്ടിലായിരിക്കും ഈ ബസ്സുകൾ സർവീസ് നടത്തുക എന്നുള്ളത് മുരഹരയുടെ തന്നെ ഒഫീഷ്യൽ പേജിലൂടെ തന്നെ അവർ അറിയിക്കുന്നതാണ്. വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി എൻ്റെ 45 മാറിയിട്ടുണ്ട്. ഈ സൈഡ് ട്രിപ്പിളും ഈ സൈഡ് ഡബിൾ സീറ്റുകളും വന്നിട്ടുള്ളത്. റീപെയിൻറ്റിങ് കഴിഞ്ഞ ഈ സാറ്റ് ബസ് ഇപ്പോൾ ഓടുന്നത് നമ്മുടെ മലയാലപ്പുഴ പെർമിറ്റിലാണ്. ഈ വണ്ടിക്ക് പകരമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സാറ്റ് ബസ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജി നിലമ്പൂർ.